അപ്പം ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കലും അല്ലാത്ത കല്ലുകൊണ്ടോ മറ്റു ശുദ്ധിയാക്കലും രണ്ടാണെങ്കിലും വലത് കൈ കൊണ്ട് ചെയ്യൽ കറാഹത്തായ കാര്യമാകുന്നു. ഇനി മറ്റൊരു വിഷയം, സൂര്യനെയും ചന്ദ്രനെയും അഭിമുഖമായി ഇരിക്കലും. ഇസ്തിഖ്ബാൽ മുന്നിടൽ, ഇസ്തിഖ്ബാല് മുന്നിടൽ. ആധുനിക അറബി ഭാഷയിൽ ഇസ്തിഖ്ബാൽ ഉപയോഗിക്കുന്നത് റിസപ്ഷൻ. ഒരാൾ വരുമ്പോൾ അയാൾ നേരെ റിസീവ് ചെയ്യുന്ന സ്ഥലം അതായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിലൊക്കെ റിസപ്ഷൻ ഉണ്ടാവും. അവിടെ ഇസ്തിഖ്ബാൽ എന്നാ പറയാം, സ്വീകരിക്കാം. ഒരാൾ വരുമ്പോൾ നേരെ സ്വീകരിക്കുന്ന സ്ഥലം അതാണ്. അതുകൊണ്ടാണ് ഇസ്തിഖ്ബാൽ, മുന്നിട്ട് വരിക. ഈ ആശയത്തിലൂടെ ഉള്ളത്. ഇസ്തിഖ്ബാൽ മുന്നിടലും അന്നയ്യിറൈനി, രണ്ട് പ്രകാശത്തിൻ്റെ സ്രോതസ്സുകളെ, നൂറ് എന്നാണ് നെയ്യർ, പ്രകാശിക്കുന്നത്. ഉദ്ദേശിച്ചത് ഷംസും ഖമറുമാണ്. സൂര്യനെയും ചന്ദ്രനെയും മുന്നിടലും കറാഹത്തായ കാര്യമാണ്. അവിടെ പൊതുവെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കിബിലിൻ്റെ വിഷയം സ്ഥിരപ്പെട്ടു വന്നു. എന്നാൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ വിഷയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്വഹീഹായ തെളിവുകളൊന്നും വന്നിട്ടില്ല. സൂര്യനെ മുന്നിടാൻ പാടില്ല, അല്ലെങ്കിൽ ചന്ദ്രനെ മുന്നിടാൻ പാടില്ല എന്നൊന്നും പറയാൻ നബിയിൽ നിന്ന് അങ്ങനെ ഒരു അധ്യാപനം നമുക്ക് ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാരണം അതിൽ പറയാൻ പറ്റൂല. പിന്നെ പ്രകാശമാണല്ലോ എന്ന ന്യായം പറഞ്ഞ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അല്ല പ്രകാശമാണ്, ഇപ്പം സൂര്യൻ പ്രകാശമാണ്, അവിടെ ആ ഒരു ആദരവ് എന്ന് അത് പറയാൻ ഏതായാലും പറ്റുക. അല്ലാതെ പ്രകാശവും സൂര്യപ്രകാശവും രണ്ടും രണ്ടാണ്. ആ നിലയ്ക്കൊരു ന്യായം ഉണ്ടാക്കി പറയാന്നുള്ളത് ശരിയല്ല എന്ന് അതിൽ മറുപടി പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ഒരു മസ്അല സൂര്യനെ മുന്നിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് അത് കറാഹത്താണെന്ന് പറയാൻ തെളിവില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സൂര്യനെ മുന്നിടാന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പടിഞ്ഞാട്ടുകാവും. അപ്പം കിബില നിലയ്ക്ക് പറ്റൂല, സൂര്യനല്ല. തിരിച്ചാണെങ്കിലോ കിബിലയ്ക്ക് പിന്നിടതും പറ്റൂല. അപ്പം നമ്മളെ സംബന്ധിച്ചതില്ല. കിതാബിലെ ഓരോ സംബന്ധിച്ച എപ്പോൾ തെക്കും വടക്കും കിബില ഉണ്ടാവാം. കിബിലയ്ക്ക് പിന്നിടതും തെക്ക് വടക്കാണ്. നബിൻ്റെ കാലത്ത് മദീനത്തൊക്കെ അപ്പം അങ്ങനെയാണ്. എന്നാൽ സൂര്യചന്ദ്രനെ അഭിമുഖിക്കുക എന്നുള്ളത് കറാഹത്താണെന്ന് പറയാൻ കഴിയില്ല. വയഹ്റുമു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വസ്തിദ്ബാറുഹാ. വയഹ്റുമു ഹറാമാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയെ മുന്നിടൽ, വസ്തിദ്ബാറുഹാ അതിനെ പിന്നിടലും. ഖിബ്ലക്ക് അഭിമുഖമായിരിക്കലും ഖിബ്ലക്ക് പ്രതിമുഖമായി ഇരിക്കലും. ഇസ്തിഖ്ബാൽ ഓപ്പോസിറ്റാണ് ഇസ്തിദ്ബാർ. ഒന്നതിന് മുന്നിട്ടിരിക്കുക, മറ്റൊന്നതിന് പിന്നോട്ടം തിരിയിരിക്കുക. രണ്ടും പാടില്ല. അപ്പം കിബിലയ്ക്ക് മുന്നിട്ടോ കിബിലയ്ക്ക് പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. കിബില ഒരു ഷിആർ, മതചിഹ്നമാണ്. അവിടെ ആ ചിഹ്നത്തെ ആദരിക്കുക എന്നത് ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമായി വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത ബിബൗലിൻ വലാ ഗായിത്തിൻ. ലാ തസ്തഖ്ബിലു നിങ്ങൾ മുന്നിടരുത് അൽ ഖിബ്ലത ഖിബ്ലയെ മുന്നിടരുത് ബിബൗലിൻ വലാ ഗായിത്തിൻ മൂത്രത്തിൻ്റെയോ കാഷ്ടത്തിൻ്റെയോ സമയത്ത് നിങ്ങൾ ഖിബ്ലയെ മുന്നിടരുത്. വലാ തസ്തദ്ബിറുഹാ അത് നിങ്ങൾ പിന്നിടുകയും ചെയ്യരുത്. വലാകിൻ ശർരിഖു ഔ ഗർരിബു നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞുകൊള്ളുക. ഖിബ്ലയ്ക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. പിന്നെ പറയുമ്പോൾ അവിടെ ഖിബ്ല പടിഞ്ഞാറല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഖിബ്ലയ്ക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. അപ്പം തെക്കും വടക്കുമാണ് അവിടെ ഖിബ്ലയ്ക്ക് മുന്നിടലും പിന്നിടലും. അത് പാടില്ല. എന്നാൽ കിഴക്കോ പടിഞ്ഞാറോ തിരിയുക. അപ്പം സൂര്യൻ ചന്ദ്രൻ പാടില്ല പറഞ്ഞാലോ അവിടുത്തെ 4 ദിശയും പോയി. ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ഖിബ്ലയ്ക്ക് മുന്നിട്ടു, മറ്റേ ഭാഗത്ത് ഖിബ്ലയ്ക്ക് പിന്നിട്ടു, ഇപ്പുറത്ത് കഴിഞ്ഞാൽ സൂര്യനെ പിന്നിട്ടു, അപ്പുറത്ത് കഴിഞ്ഞാൽ സൂര്യനെ പിന്നിട്ടു. അപ്പം 4 ഭാഗം പിന്നെ പറ്റതായി മാറും. അപ്പം അതും ഒരു പ്രശ്നം തന്നെയാണ്. അതാണ് അടുത്തത്. മിൻ ഗൈരി ഫീ ഗൈരി ബുൻയാനിൻ കെട്ടിടങ്ങൾ അല്ലാത്തിടത്ത്. ഫീ ഗൈരി ബുൻയാനിൻ കെട്ടിടമല്ലാത്തിടത്ത്. അഥവാ ഒരു മറയുണ്ട്, കെട്ടിടത്തിനുള്ളിലാണ് എങ്കിൽ നേരെ ഖിബ്ലയെ മുന്നിടുക എന്നുള്ള വകുപ്പോടെ വരുന്നില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അഥവാ കെട്ടിടമുണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല എന്നാണ് അപ്പം ഇന്ന് മനസ്സിലാകുന്നത്.
മാത്രമല്ല നബിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടുമുണ്ട്. നബിയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന റിപ്പോർട്ട് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ചതാണ്. റഖൈതു യൗമൻ അലാ ബൈത്തി ഉഖ്തി ഹഫ്സ. റഖൈതു യൗമൻ, ഇബ്നു ഉമർ പറയും, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുള്ള പറയാണ്, റഖൈതു യൗമൻ, ഒരു ദിവസം ഞാൻ കയറി, അലാ ബൈത്തി ഉഖ്തി ഹഫ്സ, എൻ്റെ സഹോദരി ഹഫ്സയുടെ വീട്ടിന് മുകളിൽ പുരപ്പുറത്ത് ഞാൻ കയറി. പെങ്ങളെ പെരൻ്റെ മേലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അവിടെ കയറി. അങ്ങനെ കയറി ഇപ്പോൾ ഫറഅയ്തു നബിയ്യ ഖാഇദൻ ലിഹാജതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിനായി ഇരിക്കുന്നത് ഞാൻ പെരൻ്റെ മേലിൽ നിന്ന് കണ്ടു. എങ്ങനെ നബി ഇരിക്കുന്നു? മുസ്തഖ്ബില ശാമി മുസ്തദ്ബിറ കഅബതി, ഖിബിലക്ക് അല്ല ഷാമിലേക്ക് മുന്നിട്ടുകൊണ്ട് ഖിബിലക്ക് പിന്നിട്ടുകൊണ്ട് ഇരിക്കുന്നതായി ഞാൻ കണ്ടു. ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു, അഥവാ ഖിബിലക്ക് പിന്നിട്ടുകൊണ്ട് ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നബി ഇരുന്നു. അപ്പോൾ അതിനായി പ്രത്യേകമായി ഒതുക്കിയ സ്ഥലത്തായിരിക്കും ഒരു മറണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഫീ ഗൈരി ബുഞ്ഞാനിൻ, കെട്ടിടമല്ലാത്തിടത്ത് എന്ന് പറഞ്ഞത്. മാത്രമല്ല, എന്നാൽ ചില പണ്ഡിതന്മാർ അതുണ്ടെങ്കിൽ പോലും, കെട്ടിടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഖിബിലയോടുള്ള ഒരു ആദരവ് എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ ഹദീസ് എന്ത് ചെയ്യും? അവിടെ 2-3 കാരണങ്ങൾ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, നബി ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് എന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് അതിൽ റിപ്പോർട്ടറായ അബൂ അയ്യൂബ് പറയാണ്, നബി ഹദീസ് ഉദ്ധരിച്ചത് അബൂ അയ്യൂബ് അൽ അൻസ്വാരിയാണ്. അദ്ദേഹം പറയുന്നു, ഫഖദിംനാ അശ്ശാമ, ഞങ്ങൾ ഷാമിൽ ചെന്നു. നബി മദീനത്ത് ഞങ്ങളത് പഠിപ്പിച്ചു. ഞങ്ങൾ പിന്നീട് ഷാമിൽ ചെന്നു. ഫവജദ്നാ മറാഹീല ഖദ് ബുനിയത് നഹ്വൽ കഅബ, ഷാമിൽ ചെന്നപ്പോൾ, സിറിയയിൽ ചെന്നപ്പോൾ അവിടെ പല ബാത്റൂമുകളും ഖിബിലയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്കായി നിർമ്മിക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടു. ഫനൻഹരിഫു അൻഹാ, ഞങ്ങൾ അവിടെ ഖിബിലിന്റെ ഭാഗത്ത് അല്പം തെറ്റിയിട്ടിരിക്കുമായിരുന്നു. വനസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന് അബൂ അയ്യൂബ് അൽ അൻസ്വാരി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നബി ഞങ്ങളോട് ഇങ്ങനെ പഠിപ്പിച്ചു. ഞങ്ങൾ പിന്നീട് സിറിയയിൽ ചെന്നപ്പോൾ അവിടെ ഖിബിലക്ക് അഭിമുഖമായി ഉണ്ടാക്കിയ ടോയ്ലറ്റുകൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ അല്പം തെറ്റിയിരിക്കും, അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തിരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം അതിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കെട്ടിടമാണെങ്കിലും പറ്റൂല. കാരണം പ്രത്യേകം പറഞ്ഞല്ലോ, ബാത്റൂം ഉണ്ടാക്കിയത് അപ്പം മറണ്ട്, എന്നിട്ട് പോലും അദ്ദേഹം ഫനസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അത് ബിൽഡിംഗ് ഉണ്ടെങ്കിലും ശരി പറ്റുക ഇല്ല എന്നാണ് അവർ അതിന് കാരണമായി പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു മറുണ്ട് എന്നുകൊണ്ട് മാത്രം അത് അനുവദനീയമാവുക ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ അതെ, ഖിബിലിന്റെ ഭാഗം എന്ന് പടിഞ്ഞാറാണ്. അത് ഖിബില എന്ന് പറയുമ്പോൾ 2 പ്രയോഗം അവിടെ ഉണ്ട്. ജിഹത്തുൽ ഖിബില, ഐനുൽ ഖിബില എന്ന് പറയും. ഖിബിലയുടെ ദിശ അത് പടിഞ്ഞാറാണ്. ഐനുൽ ഖിബില എന്ന കറക്റ്റ് ഖിബില, ഖിബിലയുടെ ശരിയായ ആ ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത്. അപ്പം ഐനുൽ ഖിബില തന്നെ വേണമോ ജിഹത്തുൽ ഖിബിലയാണോ പരിഗണിക്കേണ്ടത് എന്നത് നിസ്കാരത്തിലടക്കമുള്ള മസലയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് കോമ്പസ് വെച്ച് നോക്കിയാൽ കറക്റ്റ് ഖിബില ദിശ കിട്ടും. എന്നാൽ അതില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ജിഹത്തുൽ ഖിബില മതി. ഖിബിലയുടെ ഭാഗം നമുക്ക് ഇന്ന ഭാഗത്തേക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. ഐനുൽ ഖിബില കൃത്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമെങ്കിൽ അത് കണക്കാക്കണം. ഇനി അതല്ല, അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ജിഹത്തുൽ ഖിബില അയാൾ പരിഗണിച്ചാൽ തന്നെ അയാൾ ഖിബിലക്ക് മുന്നിട്ടു എന്ന് പറയാം. അപ്പോൾ ആ ചർച്ച പ്രകാരം നമുക്ക് പടിഞ്ഞാറ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പടിഞ്ഞാറ് ഭാഗം ഖിബിലയാണ്. എന്നാൽ ഐനുൽ ഖിബില ആവൂല. പടിഞ്ഞാറ് അല്പം നമ്മൾ വടക്കോട്ട് തെറ്റിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് എക്സാക്റ്റ് ഖിബില കിട്ടുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് അടിസ്ഥാനമായി ഉള്ളത്. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസ്വാരി പറഞ്ഞ ഇക്കാര്യം അതെന്ത് ചെയ്യും? അപ്പോൾ ചിലർ പറഞ്ഞു വെച്ചാൽ ഇത് ഒരു പക്ഷേ ഈ വിലക്കുന്നതിന് മുമ്പ് ഇബ്നു ഉമർ കണ്ടല്ലോ നബി ഇങ്ങനെ ഖിബിലക്ക് പിന്നിട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറ്റുന്നല്ലേ കിട്ടുന്നത്? എന്നാൽ അപ്പുറത്ത് അബൂ അയ്യൂബ് അൽ അൻസ്വാരി പറഞ്ഞു, ഞങ്ങളിങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ടു, ഞങ്ങളത് തെറ്റിയിരുന്നു, അല്ലാഹ് പുറത്തിരട്ടെ. അപ്പം ഇബ്നു ഉമർ കണ്ടത് ഒരു പക്ഷേ ഈ പാടില്ലെന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പായിരിക്കാം, നബി ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ആയിരിക്കാം ഒരു പക്ഷേ ഇബ്നു ഉമർ കണ്ടത്. ഒന്ന് നബിയുടെ പ്രവൃത്തിയാണ്, മറ്റു നബിയുടെ വാക്കാണ്.
വാക്കും പ്രവൃത്തിയും എതിരായി വന്നാൽ വാക്കാണ് സ്വീകരിക്കേണ്ടത്. നബി കാര്യം നമ്മോട് പറഞ്ഞു ചെയ്യരുത്, നബി ചെയ്യുന്നത് കണ്ടു എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നബിയുടെ വാക്കാണ്. കാരണം നബി ചെയ്തതിന് ഒരു പക്ഷേ നബിക്ക് എന്തെങ്കിലും വേറെ ന്യായങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ നബിക്ക് മാത്രം അത് ഇളവുകൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ ആ പാടില്ലാന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലായിരിക്കും നബി ചെയ്തത് എന്നൊക്കെയാണ് അവിടെ കണക്കാക്കേണ്ടത്. അപ്പം നബി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് ഇബ്നു ഉമർ പറഞ്ഞതാണ് മക്കൾ തെളിവ്. അപ്പം ആ കണ്ടത് എന്നാണ് കണ്ടത് അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഖിബിലയ്ക്ക് മുന്നിട്ടിരിക്കരുത് എന്ന് നബി തങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഇബ്നു ഉമർ കണ്ടതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി അത് എടുക്കാൻ പറ്റില്ല. അതിന് ശേഷം നബി പറഞ്ഞല്ലോ നിങ്ങൾ ഖിബിലയ്ക്ക് മുന്നിടരുത് എന്ന് പറഞ്ഞല്ലോ എന്നാണ്. അതേപോലെ ഒന്ന് നബിയുടെ ഫിഇലാണ്, മറ്റു നബിയുടെ ഖൗലാണ്. അപ്പോൾ ഖൗലും ഫിഇലും എതിരായി വന്നാൽ ഖൗലാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടും ഖിബിലയ്ക്ക് പിന്നിടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഏറി വന്നാൽ നമുക്ക് ഹറാമ് പറയണ്ട. ഒരു ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റാണ്, 4 ഭാഗം ചുമരൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ ഖിബിലയ്ക്ക് ഒരാൾ മുന്നിട്ട് ബാത്റൂം ക്ലോസറ്റ് വെച്ചു എങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്, പൊളിച്ചു മാറ്റണം എന്ന് പറയണോ വെച്ചാൽ വേണ്ട. എന്നാൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഖിബില ഒഴിവാക്കി ഉണ്ടാക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും സൂക്ഷ്മത. തെക്ക് വടക്കാക്കിയിട്ട് അത് വെക്കുക. ഇനി അതല്ല പിന്നെ കിഴക്ക് പടിഞ്ഞാറാണ് നമ്മൾ വെച്ച ക്ലോസറ്റ് ഉള്ളത്, എന്നാലും ഇരിക്കുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് തെറ്റിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അയാൾ ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. ചിലപ്പോൾ അത് ആ ബാത്റൂമിലേക്ക് ഇത് പിന്നെ പടിഞ്ഞാട്ടിക്കാണല്ലോ, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ആവശ്യമില്ല. ഇങ്ങനൊരു ചർച്ച അവിടെ വന്ന സ്ഥിതിക്ക്. അതേപോലെ ഇനി പിന്നിടലും, ഇനി അവിടെ അങ്ങനത്തെ ഒരു ബാത്റൂമേ ഉള്ളൂ. നമ്മുടെ സ്ഥലത്ത് ചെന്നു ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ക്ലോസിന് നേരെ ഖിബിലയ്ക്ക് മുന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, തെറ്റിരിക്കാനും മറ്റൊന്നുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ അയാൾ ഖിബിലയ്ക്ക് മുന്നിട്ടിരിക്കാതെ പിന്നിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചും കൂടെ ലഘുവായത്. പിന്തിരിഞ്ഞിരിക്കുക, നേരെ ഇരുന്ന ഖിബിലക്കായി, തിരിഞ്ഞിരുന്ന ഖിബിലക്ക് പിൻമുഖമായിരുന്നു എങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല. മുന്നിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലഘുവാണ് പിന്തിരിഞ്ഞിരിക്കുക എന്നതാണ്. അപ്പം രണ്ടും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതപ്പോൾ അസ്ലിയായി പറയുമ്പോൾ ഖിബിലയ്ക്ക് മുന്നിടുന്നതും പിന്നിടുന്നതും ഹറാമാണ്. മലമൂത്ര വിസർജനത്തിനായി ഖിബിലയ്ക്ക് മുന്നിടുന്നതും പിന്നിടലും ഹറാമാണ്. ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ അതിൽ ആർക്കും തർക്കമില്ല. ഒഴിഞ്ഞ സ്ഥലത്താണ് എങ്കിൽ, മറയില്ലാത്ത സ്ഥലത്താണ് എങ്കിൽ മുന്നിടലും പിന്നിടലും ഹറാമാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ തർക്കം വരുന്നത് മറയുണ്ടെങ്കിൽ അതിൽ വല്ല ഇളവുമുണ്ടോ എന്നാണ്. മറയുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ഇളവുണ്ടോ? ഇളവുണ്ടെന്ന് പറയാനുള്ള ന്യായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബിലയ്ക്ക് പിന്നിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇബ്നു ഉമർ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ന്യായമായിട്ടുള്ളത്. അത് രണ്ടും പിന്നെ എതിരായ അഭിപ്രായമാണ് വന്നത്. ഒന്ന്, ഇബ്നു ഉമർ കണ്ടു എന്ന് പറഞ്ഞു, അത് എന്നാണ് കണ്ടത്? നിങ്ങൾ പിന്നിട്ടിരിക്കരുത് എന്ന് നബി നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പാണോ പഠിപ്പിക്കുന്ന ശേഷമാണോ എന്ന് വ്യക്തമല്ല. രണ്ട്, ഒന്ന് നബിയുടെ വാക്കാണ്, മറ്റു നബിയുടെ ചെയ്തിയാണ്. അപ്പോൾ വാക്കും ചെയ്തിയും എതിരായി വന്നാൽ നമ്മൾ എടുക്കേണ്ടത് നബിയുടെ വാക്കാണ്. അപ്പം നബി ഹറാമ് ചെയ്തോ? ഇല്ല. നബിക്ക് ഒരുപാടെന്തെങ്കിലും ന്യായമുണ്ടാകും. നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം നബി ചെയ്തിട്ടുണ്ടെങ്കിൽ നബി ഹറാമ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, നബി ഹറാമ് ചെയ്യൂല. നബിക്ക് അതിൽ മറ്റെന്തെങ്കിലും ന്യായം ഒരു പക്ഷേ ഉണ്ടാകും. പക്ഷേ നബിക്ക് അത് അനുവാദം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നബിക്ക് അത് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്ന് വിചാരിക്കാന്നല്ലാതെ നബി പറഞ്ഞോടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. നബി ഇങ്ങനെ ചെയ്തില്ലേ എന്ന് നോക്കുന്ന അവിടെ നമുക്ക് അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് മറയുണ്ടെങ്കിലും അത് ഹറാമാണ് എന്നാണ് സൂക്ഷ്മമായ നിലപാട്. എന്നാൽ മറയുണ്ട് എങ്കിൽ അവിടെ ഇളവുണ്ട് എന്ന ഒരു തത്വം ഇബ്നു ഉമർ പറഞ്ഞ നബി ചെയ്തായി കണ്ടു എന്ന് പറയുന്ന ഒരു വകുപ്പുള്ളത് കൊണ്ട് നമുക്കൊരു പക്ഷേ വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ അത്തരം ബാത്റൂമുകൾ ഉപയോഗിക്കാം. മൂന്നാമത്, ആ ബാത്റൂം ഉപയോഗിക്കുമ്പോഴും ഖിബിലയ്ക്ക് മുന്നിടാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുക. മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാനേ പറ്റൂ എന്നാണെങ്കിൽ പിന്നിട്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ഖിബിലയുടെ ദിശയിൽ നിന്ന് അല്പം തെറ്റിരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കാം. വല്ലാഹു അഅലം.